ശ്രീ എം കെ ഹരിദാസ്, ഇന്ന് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ ഒന്നും അറിയാത്ത ഈ തട്ടിപ്പിനൊക്കെ എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്ത പാവം പൂച്ചക്കുട്ടിയായ നമ്മുടെ പ്രിയപ്പെട്ട എ കെ ശശീന്ദ്രൻ ഇന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി. താങ്കളത് ശ്രദ്ധിച്ചു കാണും. അതായത് ഈ കാട്ടുകൊള്ള നടത്തുന്നവരൊക്കെ രക്ഷപ്പെട്ടു പോകുന്നു, വമ്പന്മാരൊക്കെ രക്ഷപ്പെട്ടു പോകുന്നു, പിടിക്കപ്പെടുന്നത് പാവപ്പെട്ടവരാണെന്ന്. ഇപ്പം നോക്കൂ, ഈ മുട്ടിലെ വനവാസികളുടെ അവസ്ഥയും അതുതന്നെയല്ലേ. അവരാണ് വഞ്ചിക്കപ്പെട്ടത്, അവരാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. അവരെ പ്രതിസ്ഥാനത്ത് നിന്ന് മാറ്റും എന്നൊരു ഉറപ്പ് ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടും അത് ഇതുവരെയായും പാലിക്കപ്പെട്ടിട്ടില്ല. ഞരമ്പ് രോഗിയായ മന്ത്രിയുടെ മുതലക്കണ്ണീരിനോട് നമുക്കും സഹതാപം തോന്നുകയാണ്. കാരണം അദ്ദേഹത്തിന് അങ്ങനെയൊക്കെ പറയേണ്ട ഒരു സാഹചര്യം വന്നൂലോ എന്നുള്ളത്. വളർച്ചാ വൈകല്യത്തെ, ഉയരക്കുറവിനെ, ശാരീരിക ദൗർബല്യത്തെ 8 അട്ടി വെച്ചതുപോലെ എന്ന് ഉപമിച്ച ഒരു മുഖ്യമന്ത്രി ഭരിക്കുന്ന സംസ്ഥാനമാണ് കേരളം എന്നത് ആലോചിച്ചോ. അപ്പൊ ഈ ഭരണത്തിനെയാണ് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ 8 അട്ടി വെച്ചതുപോലെ എനിക്ക് തോന്നുന്നത്. കാരണം 2016 മെയ് 21 മുതൽക്ക് നാളിതുവരെയുള്ള ഇവരുടെ ഭരണത്തിന്റെ ശൈലി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈകല്യ ഭരണം കാഴ്ചവെക്കാൻ ഇവർക്കായിട്ടുള്ളൂ. അനിൽ നമ്പ്യാർ, ഇവിടെ നിങ്ങൾ ഇവിടുത്തെ പ്രകൃതി സംരക്ഷണ സ്നേഹി പറഞ്ഞിട്ടുള്ള ഈ പ്രതികൾക്ക് ഉത്കൃഷ്ട ശിരോമണി പട്ടം നൽകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള തലപുകഞ്ഞ ആലോചന ഭരണസിരാ കേന്ദ്രങ്ങളിൽ നടക്കുമ്പോഴാണ് കേരളത്തിന്റെ സ്പോർട്സ് മന്ത്രിയാക്കിയല്ലോ. അതിൽ പേരെ എന്ത് വേണം? കേരളത്തിന്റെ സ്പോർട്സ് മന്ത്രിയാക്കിയല്ലോ ശ്രീ ആന്റോ അഗസ്റ്റിനെ. അത് പോരാ, അതിലായിട്ടില്ല. കാരണം അദ്ദേഹം പിന്നീട് പിണറായി വിജയനോട് തിരിച്ചിട്ട് പറയണ ഒരു ഡയലോഗ് ഉണ്ട്. അങ്ങ് ആ പ്രസംഗത്തിന്റെ ഇടയിൽ എന്നെ ഒരു ഉത്കൃഷ്ട ശിരോമണി എന്ന് പറഞ്ഞു. ആ വാക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടായിട്ടോ എന്ന് പറയത്തക്ക തോതില് ഇദ്ദേഹത്തിനെ നിർത്തിയിട്ട് പിണറായി വിജയൻ പറയണം. അപ്പോഴാണ് അത് കൃത്യമായിട്ട് അദ്ദേഹം ഉത്കൃഷ്ട ശിരോമണി ആവുള്ളൂ. അപ്പോ ഈ കാട്ടുകള്ളന്മാരുടെ ഇത്തരത്തിലുള്ള ചെയ്തികൾക്ക് നമുക്ക് സ്വപ്ന ശിവശങ്കരൻ കൂട്ടുകെട്ടിൽ നിന്ന് ഇങ്ങനെ ഒന്ന് പതുക്കെ ഇങ്ങനെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ സ്വന്തം ക്യാബിന്റെ ഇടത്തോ വലത്തോ ഭാഗത്തിരിക്കുന്ന ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ആസ്പദപ്പെടുത്തിയിട്ട് കള്ളക്കടത്തും കരിഞ്ചന്തയും സ്വർണ്ണക്കടത്തും നടത്തുന്നത് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു മുഖ്യമന്ത്രി അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മോൺസന്റെ താവളത്തില് എത്തിയിട്ട് അവിടെ മോൺസന് ആവശ്യമായ സംരക്ഷണം കൊടുക്കുന്ന ഒരു DGP ഉണ്ടായിരുന്ന കേരളം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്പലക്കള്ളൻ ഉണ്ണികൃഷ്ണ പോറ്റിക്ക് ശബരിമല അമ്പലം തന്നെ കട്ടുകൊണ്ടുപോകാൻ തരത്തിലുള്ള എല്ലാ ഒത്താശയും ചെയ്തിട്ടുള്ള ഒരു മന്ത്രി സമൂഹം കുടികൊള്ളുന്ന കേരളം. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മുടെ ഈ മുട്ടിൽ മരം മുറി കേസിലെ ബ്രദേഴ്സ് അനിൽ നമ്പ്യാർ എന്തറിഞ്ഞിട്ടാ നമ്മൾ ഇവരെ കുറ്റം പറയുന്നത്? 32 കോടി രൂപയാണ് ഈ പാവം നമ്മുടെ വേദനിക്കുന്ന കോടീശ്വരൻ പ്രതിമാസം അദ്ദേഹത്തിന്റെ ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നത്. 32 കോടി രൂപ. പിന്നെ എനിക്ക് എന്തിനാണ് ഈ പാവപ്പെട്ട ആദിവാസികളുടെ ഈ പേരിൽ ഈ മരം മുറിച്ച് കടത്തേണ്ടത്? നമ്മൾ അദ്ദേഹത്തെ ഇങ്ങനെ അവിശ്വസിക്കേണ്ട വല്ല കാര്യമുണ്ടോ? പക്ഷെ ആ സ്വരം കേട്ടപ്പോ എനിക്ക് നീരജ് ചോപ്രയുടെയും വിജയ് മല്യയുടെയും അതുമാതിരി തന്നെ ഇന്ത്യ കട്ടുമുടിച്ച് കടന്നു കളഞ്ഞ എല്ലാ വിധത്തിലുള്ള കാട്ടുകള്ളന്മാരുടെയും അതേ സ്വരമാണ് എനിക്ക് ഈ ഒരു താരതമ്യം ചെയ്യുന്നത്. 1.5 ലക്ഷം ഫുട്ബോൾ കിറ്റ് കൊടുക്കാൻ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ചെയ്യുവോ ഈ പാവപ്പെട്ട ആദിവാസികളുടെ പേരിലുള്ള മരം മുറിച്ച് കടത്തൽ ഞാൻ ചെയ്യുവോ എന്നൊക്കെ ചോദിക്കുമ്പോ നമ്മളെ ഒന്ന് ആലോചിച്ച് നോക്കണം. ഇവിടെ ഈ നമ്മുടെ പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രതിനിധി പറഞ്ഞ ഒരു കാര്യത്തില് 2 കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ റാന്നി താലൂക്കിലെയാണെന്നാ തോന്നുന്നത്, സ്വന്തം വീടിന്റെ അടിക്കാട് വെട്ടിയിട്ട് കുരുമുളക് കൊടി നാട്ടിയ ഒരു കർഷകന്റെ പേരിൽ കഴിഞ്ഞ 6 വർഷമായിട്ട് കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഒരു മുഴുത്ത കമ്മ്യൂണിസ്റ്റുകാരനാണ്. അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ കമ്മ്യൂണിസത്തിന് നീക്കിവെച്ചിരിക്കുകയാണ്. ഇതിന്റെ യാഥാർത്ഥ്യം മുറിച്ചെടുത്ത കമ്പുകൾക്ക് 6 അടിയിൽ കൂടുതൽ നീളമുള്ളെന്നും 1.5 ഇഞ്ചിൽ വണ്ണക്കൂടുതലുള്ളെന്നും ഒക്കെ ബോധ്യപ്പെടുത്തിയിട്ട് പോലും ആ മനുഷ്യന് ആ കേസിൽ നിന്ന് തടി ഊരാൻ സാധിച്ചിട്ടില്ല. എന്റെ 4 സുഹൃത്തുക്കൾ മൂന്നാർ കാണാൻ പോയി 2020. മൂന്നാർ കണ്ടുവരുമ്പോ ഈ ആശിപൂശി സാധനങ്ങൾ വിൽക്കുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് 2 ചൂരലും 2 കുപ്പി തേനും മേടിച്ചു. മരണ വഴിക്ക് നമ്മുടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് കോതമംഗലത്തിനപ്പുറത്ത്. അവിടെ വെച്ച് പിടികൂടി 5000 രൂപയാണ് കൈക്കൂലി ചോദിച്ചത്. അത് കൊടുക്കാൻ അവർ തയ്യാറായില്ല. അന്ന് ചാർജ് ചെയ്ത കേസിന് വേണ്ടിയിട്ട് ഇപ്പോഴും വനംവകുപ്പ് ചാർജ് ചെയ്ത കേസിന് വേണ്ടിയിട്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഇപ്പൊ ഇവിടെ സംസാരിച്ച ആ പ്രകൃതി സ്നേഹി വയനാടിന് വേണ്ടി സംസാരിച്ചിട്ടുള്ള ആ വ്യക്തി പറയുന്നത്, എത്രയോ ചെക്ക് പോസ്റ്റുകൾ കടന്നിട്ട് ഈ സാധനം പെരുമ്പാവൂർ വരെ എത്തണമെങ്കിൽ നമ്മുടെ ഉദ്യോഗസ്ഥ വൃന്ദം എത്രത്തോളം കണ്ണടയ്ക്കണം. ഇവിടെ എനിക്ക് പബ്ലിക് പ്രോസിക്യൂട്ടർ ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ടെന്നതിൽ സന്തോഷമുണ്ട്. കാരണം കഴിഞ്ഞ ആഴ്ച അദ്ദേഹം
മാധ്യമങ്ങൾക്കോട് ഒരു കാര്യം പറഞ്ഞു. ഈ മരമുറി കേസിന്റെ മരമുറി കേസിന്റെ അന്വേഷണം നേരായ മാർഗത്തിലൂടെയല്ല നടന്നു പോകുന്നത്. ഇത് സംസ്ഥാനത്തെ പോലീസ് അന്വേഷിച്ചാൽ ശരിയാവില്ല എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഈ കാട്ടുകള്ളന്മാർക്ക് ഒരു ചാനൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തി ഒരു ദിവസം തലയിൽ മുണ്ടിട്ടിട്ട് പറയണു, ഞാൻ ഈ ചാനലിൽ നിന്ന് പോയിട്ട് ഇനി പാർട്ടി പ്രവർത്തനത്തിന് പോവുകയാണെന്ന് പറയുന്നു. ഈ ചാനൽ ഇദ്ദേഹത്തെ ഏൽപ്പിക്കുന്നു, ഈ കാട്ടുകള്ളന്മാരായ ഒരുത്തനെ ഏൽപ്പിക്കുന്നു. പിന്നീട് ആ ചാനലിന്റെ മറവിലുള്ള സംരക്ഷണം കൊണ്ട് സംസ്ഥാന സർക്കാരിനെ കൃത്യമായി വിലക്കെടുത്തുകൊണ്ടാണ് ഇവരിവിടെ ഈ വിലസുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അവിടെയാണ് സ്പോർട്സ് മന്ത്രിയുടെ ഡ്യൂട്ടി നിർവഹിക്കാനും സ്റ്റേഡിയത്തിന് ചുറ്റുമുള്ള മരങ്ങൾ മുറിച്ചു കടത്താനൊക്കെ ഉള്ള ഇവർക്കുള്ള ആത്മധൈര്യം കിട്ടിയിരിക്കുന്നത് അവിടുന്നാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചാനൽ ചർച്ചകളിൽ വൈകുന്നേരം അദ്ദേഹത്തിന് ഒരു സെഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ഇവർ 4 പേര് കുത്തിരുന്നിട്ട് സംസാരിക്കുമ്പോൾ ഇദ്ദേഹം ഈ നാട്ടിൽ നടക്കുന്ന സകല അനീതികളെയും സകല നീതിബോധമില്ലായ്മയെയും അങ്ങേയറ്റം വിമർശിക്കുകയാണ്. നാളെ ഗോവിന്ദച്ചാമി പുറത്തു കിടന്നു കഴിഞ്ഞാൽ ഗോവിന്ദച്ചാമിക്കും ഇയാളെ മാതിരിയൊക്കെ സാമ്പത്തിക പരിസ്ഥിതി ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം വധശിക്ഷയിൽ നിന്നും ഒഴിവാകുന്ന വിധത്തിൽ സുപ്രീം കോടതിയിൽ നിന്ന് അദ്ദേഹം വിടുതൽ നേടിയെങ്കിൽ അദ്ദേഹത്തിനുമുണ്ട്. അദ്ദേഹം ഇവിടെ വന്നിട്ട് ഏതെങ്കിലും ഒരു സ്വകാര്യ ചാനൽ തുടങ്ങുകയോ ഒരു സ്വകാര്യ ചാനൽ വിലക്കെടുക്കുകയോ ചെയ്തിട്ട് ട്രെയിൻ യാത്രയിൽ സ്ത്രീകൾക്കുണ്ടാവുന്ന വലിയ പ്രതിസന്ധികളും അവിടെ നിന്ന് അവർക്ക് നേരിടുന്ന ഇത്തരത്തിലുള്ള സ്ത്രീ പീഡനങ്ങളെ കുറിച്ചിട്ടൊക്കെ വൈകുന്നേരം അദ്ദേഹത്തിന്റെ വക 1/2 മണിക്കൂർ പ്രഭാഷണം നടത്തിയാൽ എങ്ങനെ ഇരിക്കും അനിൽ നമ്പ്യാർ? ഈ മനുഷ്യന്റെ വൈകുന്നേരത്തെ ഇത്തരത്തിലുള്ള ഞാൻ കേൾക്കാറില്ല, പക്ഷെ യൂട്യൂബിലൊക്കെ വരുമ്പോ ചില നമ്മൾ മാറ്റുന്നതിനേക്കാൾ മുമ്പ് കേൾക്കുമ്പോ എന്താണ് ഇദ്ദേഹം പറയുന്നത് എന്ന് 1 മിനിറ്റ് ശ്രദ്ധിക്കുമ്പോ എന്താണ് ഈ നാട്ടിൽ നടക്കുന്ന സകല അനീതികളും സകല നീതിബോധമില്ലായ്മയും ഇദ്ദേഹത്തെ വല്ലാണ്ട് അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം സ്റ്റേഡിയം പൊളിച്ചു പണിതിട്ട് 70 കോടി രൂപയ്ക്ക് അദ്ദേഹം അത് പുതുക്കിപ്പണിയാൻ കേരളത്തിലെ സ്പോർട്സ് പ്രേമികളെ ഉദ്ധരിക്കുക, കേരളത്തിലെ സ്പോർട്സ് നശിച്ചുകൊണ്ടിരിക്കുന്ന സ്പോർട്സിനെ ഉദ്ധരിക്കുക, അദ്ദേഹത്തിന്റെ ലക്ഷ്യബോധങ്ങളാണ് അദ്ദേഹം വിളിച്ചു പറയുന്നത്. 4.5 ലക്ഷം ആദിവാസികളുള്ള ഈ സംസ്ഥാനത്ത് ഈ പിണറായിസ്റ്റ് സർക്കാർ, കമ്മ്യൂണിസ്റ്റ് സർക്കാരല്ല, പിണറായിസ്റ്റ് സർക്കാരിന് കണ്ടെത്താൻ കഴിഞ്ഞത് 6400 അതിദരിദ്രരെയാണെന്ന് ഓർക്കണം. ആ 6400-ൽ പെടാത്തവരെയാണ് നിങ്ങളിപ്പോ ഈ TV ചാനലിന്റെ നിങ്ങളുടെ അവതരണ സമയത്ത് ഇൻട്രോന്റെ സമയത്ത് നിങ്ങൾ കാണിച്ചത്. എന്നോട് ഈ CPM-ന്റെ ഒരു സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ അനിൽകുമാർ പറഞ്ഞത്, ഒരു നീല ടാർപ്പായിട്ട് കുടിലുകൾ കേരളത്തിൽ വളരെയധികം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഒരു വീട് കാണിച്ചു തന്നു കഴിഞ്ഞാൽ ഈ മാന്യന് ഞാൻ സമ്മാനം കൊടുക്കാമെന്നാണ് പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾ ഈ കാണിച്ചിട്ടുള്ള ആ പാവപ്പെട്ട ആദിവാസിയുടെ 90% നീല ടാർപ്പാളിനാണ്. കൊല്ലത്ത് ഷോക്കേറ്റ് മരിച്ച വിദ്യാർത്ഥിയുടെ വീട്ടിലേക്ക് നിങ്ങൾ ചാനൽ ക്യാമറയുമായി ചെന്നപ്പോ കണ്ടിട്ടുള്ളത് നീല ടാർപ്പാളിനിട്ട ഷീറ്റാണ്. അപ്പൊ ഇല്ലാത്തത് പെരിപ്പിച്ച് കാണിക്കുക, ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുക. ഈ സംസ്ഥാന സർക്കാരിന്റെ 9 വർഷത്തെ ഇത്തരത്തിലുള്ള വിലയിരുത്തലുകളുടെ നമ്മുടെ പൊതുമുതൽ കൊള്ളയടിക്കപ്പെടുകയാണ്. ഒരു 2 കൊല്ലം മുമ്പ് നിയമസഭയിലെ ചോദ്യോത്തര സമയത്ത് ആരോ ഈ മുട്ടിൽ മരമുറി കേസിന്റെ കുറ്റപത്രത്തിനെ പറ്റി ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്താണെന്നറിയോ? അവിടുന്ന് മോഷ്ടിച്ച് കടത്തിയ തേക്കിന്റെയും വീട്ടിയുടെയും മൂല്യം കണക്കാക്കാൻ പറ്റിയ വിദഗ്ധരെ കിട്ടാത്തത് കൊണ്ടാണ് കുറ്റപത്രം വൈകുന്നത്. അതൊരു യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവമാണ്. കാരണം 400-500 വർഷം പഴക്കമുള്ള തേക്കും വീട്ടിയും കടത്തിയിട്ടുള്ള കാട്ടുകള്ളന്മാരെ 2 IPS ഉദ്യോഗസ്ഥരെ നടുവിൽ നിന്ന് സ്റ്റേഡിയത്തിൽ നടക്കുമ്പോ ആ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന് നടക്കുന്ന പ്രൊട്ടക്ഷൻ ഉണ്ടല്ലോ, അത് മുകളിൽ നിന്ന് കൊടുത്തിട്ടുള്ള ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ്. അല്ലാണ്ട് ഒരു പോലീസുകാരെ, ഒരു IPS ഓഫീസർ, റാങ്ക് എന്തോ ആവട്ടെ, ഇത്തരത്തിലുള്ള പ്രൊട്ടക്ഷൻ നൽകില്ല ശ്രീ അനിൽ നമ്പ്യാർ. നമ്മളത് മനസ്സിലാക്കുക. അപ്പോ ഇവിടുത്തെ കുട്ടിശങ്കരൻ എന്ന് പറയുന്ന വേദനിക്കുന്ന കോടീശ്വരൻ ജൂഹു ബീച്ചിൽ പോയിട്ടാണ് വൈകുന്നേരം വേദനിച്ചുകൊണ്ടിരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ ഈ അഭിനവ കുട്ടിശങ്കരന്മാരായിട്ടുള്ള ഈ അഗസ്ത്യൻ ബ്രദേഴ്സ് ഉണ്ടല്ലോ, അവര് ജൂഹു ബീച്ചിലും കാപ്പാട് കടപ്പുറത്തും പോയിട്ട് ഇന്ന് കേരളത്തിന്റെ ദുരവസ്ഥയെ ആലോചിച്ചിട്ട്, ആദിവാസികളുടെ ദുരവസ്ഥയെ ആലോചിച്ചിട്ട് അങ്ങേയറ്റം വിഷമിക്കുമ്പോ ഇവിടുത്തെ റവന്യൂ വകുപ്പിനെ കേവലം 5000-ഉം 7000-ഉം ഈ ഡീലിൽ കിട്ടിയിട്ടുള്ള പാവപ്പെട്ട ആദിവാസികൾക്ക് ഈ നോട്ടീസ് 80,000-ന്റെയും 1.5 ലക്ഷത്തിന്റെയും 2 കോടിയുടെയും നോട്ടീസ് നൽകിക്കൊണ്ട് അവരെ നിയമത്തിന്റെ ഇത്തരത്തിലുള്ള നൂലാമാലകളിലേക്ക് വലിച്ചഴക്കാതെ നോക്കേണ്ട ഒരു പ്രാഥമിക ചുമതല ഉണ്ടായിരുന്നു. അത്തരത്തിലൊരു പ്രാഥമിക ചുമതല പോലും നിർവഹിക്കാൻ ഈ സർക്കാരിനായിട്ടില്ലെങ്കിൽ നമ്മൾക്ക് അടിവരയിട്ട് പറയാൻ പറ്റും, ഇത്തരത്തിലുള്ള കൊള്ള മുതലിന്റെ പങ്ക് പറ്റിക്കൊണ്ട് ഒരുപാട് പേര് ഈ അധികാരത്തണലിൽ ഇവിടെ വിലസുന്നുണ്ട്. ഇവിടെ അതിദരിദ്രരായിട്ട് പ്രഖ്യാപിക്കേണ്ടതും അതിദരിദ്രരല്ലാതായിട്ട് പ്രഖ്യാപിക്കേണ്ടതും ദരിദ്രരല്ലാതായിട്ട് പ്രഖ്യാപിക്കേണ്ടതും പാർട്ടിയിലെ സഖാക്കളെയാണ്. കാരണം 9.5 വർഷത്തെ
ഭരണത്തിന് കീഴില് അതിദരിദ്രരായിട്ടുള്ള പാർട്ടി പ്രവർത്തകരില്ല. ഞാൻ അനിൽ നമ്പ്യാർക്ക് അറിയാം, ഞാൻ പറഞ്ഞേ 100 ഉണ്ടായിരുന്നവൻ 1000-ന്റെ ഉടമയായി, 1000 ഉണ്ടായിരുന്നവൻ ലക്ഷത്തിന്റെ ആയി, ലക്ഷം ഉണ്ടായിരുന്നവൻ കോടിയുടേതായി. തീർച്ചയായും. അതിന്റെ ഒക്കെ അടിസ്ഥാനപരമായ കാരണം ഇത്തരത്തിലുള്ള അഴിമതിക്കാർക്ക്, കൊള്ളക്കാർക്ക് കൊട പിടിക്കാൻ വേണ്ടിയിട്ട് പ്രാദേശിക ശക്തികൾ തൊട്ടിട്ട് തിരുവനന്തപുരത്ത് ഭരണത്തിനാ കേന്ദ്രത്തിലെ തമ്പ്രാക്കന്മാർ വരുന്നതിന്റെ ദൂഷിത ഫലമാണ് നമുക്കിന്ന് ഇത്തരത്തിലൊരു ചർച്ച നടത്തേണ്ടി വന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്.